ഇവളിന്നും എന്നെ മുഷിച്ചിരുത്താനാ പുറപ്പാടെന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടാണിത്. നാട്ടിലെല്ലാവർക്കും ഇല്ലേ ഭാര്യയും പിള്ളേരും, എനിക്കുള്ളത് മാത്രം എന്താ ഇങ്ങനെയായി പോയതാവോ. രാത്രി ഒത്തിരി നേരമായിട്ടും വീണയെയും കുഞ്ഞിനെയും മുറിയിലേക്ക് കാണാത്തതിൻ്റെ ഈർഷ്യയിലിരിക്കുകയാണ് പ്രവീൺ. ഇനിയിപ്പോൾ വരും അവൾ, കുഞ്ഞിനെ കിടത്തട്ടെ ഉറക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇന്നും എൻ്റെ കാര്യമൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഇതിപ്പോൾ ഒരു സ്ഥിരം കലാപരിപാടിയാണ് അവൾക്ക്. ഡെലിവറി കഴിഞ്ഞ് 90 കഴിഞ്ഞ്, ഇപ്പം മാസം 2 കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. എന്നിട്ടും ഇതുവരെ അവളെ ഒന്ന് തൊടാനോ എൻ്റെ ഇഷ്ടത്തിനൊന്ന് അടുത്ത് കൂടാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാ പ്രവീൺ ദേഷ്യത്തോടെ കൈ ചുരുട്ടി ചുവരിലേക്ക് ഇടിച്ചു. താഴെ നിന്ന് മോൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവൾ പടി കയറി വരികയാണെന്ന് തോന്നുന്നു. വരട്ടെ. വീണ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് കയറിയതും പ്രവീൺ അവളെ തുറച്ചു നോക്കി. ആ നോട്ടം കണ്ടതും വീണയുടെ നെഞ്ച് ഇടിച്ചു തുടങ്ങി. മോനാണെങ്കിൽ നല്ല കരച്ചിലാണ്. ഉറക്കം വന്നിട്ടാണോ എന്തോ. പക്ഷേ പ്രവീണനോട് എന്തെങ്കിലും ഒന്ന് പറയാൻ അവൾക്ക് നാവ് പൊന്തിയില്ല. കരയുന്ന കുഞ്ഞിനെയും പിടിച്ച് അവൾ ആ വാതിക്കൽ തന്നെ അവനെയും നോക്കി നിന്നു. നീ എന്താ നോക്കുന്നത്? ഇന്നും എന്തെങ്കിലും കാരണം പറയണ്ടേ? അത് ആലോചിക്കാവും അല്ലേ? പ്രവീൺ കുറച്ച് സ്വരം കടുപ്പിച്ച് തന്നെ അവളോട് ചോദിച്ചു. അയ്യോ പ്രവീട്ട, ഞാൻ അങ്ങനെയല്ല. കുഞ്ഞ് കരയുന്നത് കണ്ടില്ലേ? അവനെ ഉറക്കാൻ. മതി. പ്രവീൺ ദേഷ്യത്തിൽ അവൾക്ക് നേരെ കൈ ഉയർത്തിക്കൊണ്ട് അവളെ തടഞ്ഞു. ഇത് നീ സ്ഥിരം പറയുന്ന പല്ലവിയല്ലേ? അതെനിക്കിനി കേൾക്കണ്ട. കുഞ്ഞിനെ ഉറക്കാനെന്ന പേരിൽ അവന് പാല് കൊടുത്ത് കിടക്കും, കൂട്ടത്തിൽ നീ ഉറങ്ങും. അല്ലെങ്കിൽ കുഞ്ഞിനെ തൊട്ടിലിട്ടാലും കുഞ്ഞ് ഉറങ്ങേണ്ടാത്ത പോലെ നീ ഇരുന്നാടും. അപ്പോഴേക്ക് നീ മയങ്ങി വീണിട്ടുണ്ടാകും. എത്ര രാത്രി നീ എന്നെ അങ്ങനെ ഇരുത്തി കളഞ്ഞിട്ടുണ്ടടി. ഇതൊന്നും നിന്റെ അഭിനയം അല്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്താ പൊട്ടനാണോ? ഇന്ന് നീ അത് തന്നെ ചെയ്. എന്ത് വേണേലും ആയിക്കോ, ഞാൻ ഉറങ്ങിത്തന്നേക്കാം. നിന്റെ പിന്നാലെ നടക്കേണ്ട ഗതികേടാണ് എനിക്കെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഈ പ്രവീണൊന്നും മനസ്സ് വെച്ചാ ആരെയും തേടി പോകേണ്ടി വരില്ല എനിക്ക്. നിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയില്ല. കാണണോ നിനക്ക്? അവളോട് വീണ്ടും ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് അവൻ ബെഡിൻ്റെ അറ്റത്തേക്ക് തിരിഞ്ഞു കിടന്നു. നിസ്സഹായിയായി ആ പെണ്ണ് അവനെ നോക്കി കണ്ണീർ പൊഴിച്ചു. അവൻ്റെ ഇപ്പുറത്ത് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴെല്ലാം അവൾ തേങ്ങി തേങ്ങി കരഞ്ഞുവെങ്കിലും അതൊന്നും അവൻ ഏഷിയില്ല. അവനപ്പോഴും കൂട്ടുകാർ പറയുന്ന സുന്ദര നിമിഷങ്ങളിൽ മനം മുഴുകിയിരിക്കുകയായിരുന്നു. ആ നിമിഷങ്ങൾ തനിക്ക് നഷ്ടപ്പെടുന്ന വേദനയിലും വിദ്വേഷത്തിലും കടുത്ത പ്രതിഷേധത്തിലുമായിരുന്നു അവൻ്റെ കണ്ണുകൾ. വീണ്ടും അവളുടെ കരച്ചിൽ അറിയാതെ ഉയർന്നു വന്നപ്പോൾ അവൻ ബെഡിൽ നിന്നും ചാടി എണീറ്റു. അവളൊന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കാൻ പോലും അവൾക്ക് ധൈര്യം വന്നില്ല. ഓ നാശം പിടിക്കാൻ! ആരെ കാണിക്കാനാടി നിന്റെ ഈ കരച്ചില്? എത്ര അഭിനയിച്ചാലും നിനക്ക് മതിയാകില്ല അല്ലേ? ഹോ! എന്തൊക്കെയോ വീണ്ടും പിറുപിറുത്ത് തലയ്ക്ക് 2 കൈകൊണ്ടടിച്ചു. ഒക്കെ അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ അപ്പോഴും അവനെ നോക്കി തേങ്ങൽ അടക്കി പിടിച്ചു. പ്രവീൺ അവളെക്കുറിച്ച് തന്നെ ഓർത്തു. ഇവളെന്താ ഇങ്ങനെ മാറിപ്പോയത്? മുമ്പൊക്കെ തന്നോട് എന്ത് സ്നേഹമായിരുന്നു. തനിക്ക് അവളോടും തിരിച്ചങ്ങനെ തന്നെ. ഞാൻ അടുത്ത് ചെല്ലുമ്പോഴേക്കും എൻ്റെ മനസ്സറിഞ്ഞെന്ന പോലെ പെരുമാറും. ഇപ്പോൾ മാത്രം അവൾ എനിക്ക് മുന്നിൽ ഒഴിവ് കഴിവുകൾ കാണിക്കുന്നു. ഇനി ഞാനൊരു കഴിവ് കെട്ടവനാണോ? അവളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ലേ? അതുകൊണ്ടായിരിക്കുമോ അവളിപ്പോൾ അകന്നു മാറുന്നത്? ഓഫീസിൽ കൂട്ടുകാരെല്ലാം അവരെ ഭാര്യമാരെക്കുറിച്ചും അവരുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ചും എന്തെല്ലാം പറയുന്നു. ആ നിമിഷങ്ങളൊക്കെ താൻ മാത്രം അവരുടെ മുന്നിൽ ഒന്നുമല്ലാതെ ആയി പോവുക. അവർ എൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സങ്കടം വരുക. അവരൊക്കെ ഇതറിയുമ്പോൾ തന്നെ ഒന്നിനും കൊള്ളാത്തവനായിട്ടല്ലേ കണക്കാക്കുക. ഡെലിവറി കഴിഞ്ഞു വരുന്ന പെണ്ണിന് പ്രത്യേക ഭംഗിയും അഴകുമാണെന്ന് അവർ പറയുന്നത്. അന്നേരം കിട്ടുന്ന അനുഭൂതിയെല്ലാം ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണമെന്ന് പറഞ്ഞ് അവർ മനം നിറയ്ക്കുന്നത് കാണാം. അതൊക്കെ കണ്ട് ഞാനും കൊതിച്ചുപോയി. അവൾ അവളുടെ വീട്ടിലായിരുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ക്ഷമയോടെ കഴിച്ചുകൂട്ടിയത് ഇനി വരാൻ പോകുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തായിരുന്നു. മനസ്സിൽ ഒരുപാട് സ്വപ്നം കണ്ട് ഒത്തിരി ആനന്ദിച്ചിരുന്നു. അവൾ വന്നു കയറിയ ദിവസം അത്രയേറെ ആഗ്രഹത്തോടെയും അക്ഷമയോടെയുമാണ് ഞാൻ അവളെ വരവേറ്റത്. പക്ഷെ അന്ന് തന്നെ അവൾ തന്നെ നിരാശനാക്കി. എന്നും എന്നെ കാണുമ്പോൾ അവളിലുണ്ടാകുന്ന സന്തോഷമൊന്നും അന്ന് കണ്ടതുമില്ല. കുറച്ച് ദിവസത്തിനു ശേഷം വന്നതുകൊണ്ടാകുമെന്ന് കരുതി ഞാനും സമാധാനിച്ചു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും അവൾ അത് തന്നെ ആവർത്തിക്കുന്നു. എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതൊന്നും തുറന്നു പറയുന്നുമില്ല. ശരിക്കിപ്പോൾ അവൾക്ക് എന്നോട് മിണ്ടാട്ടം പോലുമില്ല. താനിനി എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കും? പറ്റില്ല. തനിക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. പ്രവീൺ മുറിയിലേക്ക് കയറുമ്പോൾ എന്നത്തെയും പോലെ ആ പാവ ഉറങ്ങിയിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൾക്ക് എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നു? പ്രവീണിന് അരിശം കൂടിയതേയുള്ളൂ. അവളുടെ അടുത്ത് കിടക്കാൻ പോലും അന്നേരം അവന് വെറുപ്പ് തോന്നി. പ്രവീൺ ഓരോ ആലോചനയിൽ മുഴുകി. ഉറക്കം വരുന്നേയില്ല. മനസ്സ് കത്തുന്നു.
തനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഒരിക്കലിങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് അടുത്ത കൂട്ടുകാരൻ സനലിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ഡാ വർഷം ഇപ്പോൾ ഒന്നും അതിനപ്പുറവും കഴിഞ്ഞില്ലേ? അവൾ അവളുടെയും നിന്റെയും വീടിനുള്ളിലായി ഒതുങ്ങിക്കൂടാൻ തുടങ്ങിയിട്ട്. അവൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നല്ലോ. ഇപ്പോൾ ഡെലിവറിയും കഴിഞ്ഞ് കുറച്ചായി. അവളുടെ മനസ്സും മൂടിക്കെട്ടി കാണും. അവൾ ഒരു റിലാക്സേഷൻ ആഗ്രഹിക്കുന്നുണ്ടാകും. നീ അവളെയും കുഞ്ഞിനെയും കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് തന്നെ ആക്കിക്കോ. ഒരു മുറിയൊക്കെ എടുത്ത് ഒരു ദിവസം നിന്നിട്ടൊക്കെ വാ. എന്നാൽ തന്നെ എല്ലാം ഓക്കെ ആയിക്കോളും. അവനത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും തോന്നി ഒരു യാത്ര പോകാം. അവളൊന്ന് ഫ്രീ ആകട്ടെ, കൂട്ടത്തിലൊരു എൻജോയ്മെൻറ്റും ആകുമെന്ന്. അങ്ങനെയാണ് ഇടുക്കിയിലോട്ട് 2 ആഴ്ച മുമ്പേ ട്രിപ്പ് പോയത്. അവിടെ നല്ല ക്ലൈമറ്റും ആണല്ലോ. അവളോട് പറയാതെ അവൾക്ക് സർപ്രൈസായി ഒരു ബാത്ത് ടബ് ഒക്കെയുള്ള റൂം ബുക്ക് ചെയ്തു. മുമ്പൊരിക്കൽ എപ്പോഴോ അവൾ പറഞ്ഞിരുന്നു അവൾക്ക് ബാത്ത് ടബ് ഒക്കെ നല്ല ഇഷ്ടമാണെന്ന്. ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് കുഞ്ഞിനെക്കുറിച്ചായിരുന്നു വേവലാതി. അവൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അവളും തയ്യാറായി വന്നു. ട്രിപ്പിലുടനീളം അവൾ നല്ല സന്തോഷവതിയായിരുന്നു. ഒത്തിരി നാളായി കാണാത്തൊരു തിളക്കം ആ കണ്ണുകളിൽ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി. സനൽ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് എനിക്കും തോന്നി. ഞാൻ വീണ്ടും മോഹിച്ചു തുടങ്ങി. ഒരുമിച്ചൊരു നിമിഷത്തിനായി വീണ്ടും കൊതിയോടെ കാത്തിരുന്നു. രാത്രി കുറച്ച് വൈകിയാണ് റൂമിലെത്തിയത്. മോന് നല്ല ഉറക്കക്ഷീണം ആയതുകൊണ്ട് അവളും കുഞ്ഞും വേഗം ഫ്രഷായി അവൾ മോനെ ഉറക്കാൻ നിന്നു. വേഗം കുളിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാനും പോയി. എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും വ്രതാവിലാക്കി ഞാൻ കുളിച്ചു വരുമ്പോഴുണ്ട് അവളും മോനും ഉറങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം ഞെട്ടിയ ഞാൻ പിന്നെ അവളെ എഴുന്നേൽപ്പിക്കാനായി കുറേ ശ്രമിച്ചു. ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റതേയില്ല. ഇനിയൊരു പക്ഷേ അവൾ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. അവളോട് എനിക്ക് അതിയായ ദേഷ്യം വന്നു. സത്യത്തിൽ അവളുടെ ഉറക്കം എന്നെ ഭ്രാന്തമാക്കി. ഒരു ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പോലെ അരിച്ചു വന്ന ദേഷ്യത്തിൽ ഞാൻ അവളെ തല്ലി. പക്ഷെ അവൾ പ്രതികരിച്ചില്ല. അറിഞ്ഞിട്ടോ അറിയാതെയോ അവൾ ഉറക്കം തുടർന്നു. ബലമായി അവളെ കീഴ്പ്പെടുത്താൻ എൻ്റെ ഉള്ളിലെ വികാരം എന്നെ ഓർമ്മപ്പെടുത്തി. പക്ഷെ അത്രത്തോളം തരം താഴാൻ ഞാൻ അത്രയ്ക്ക് ബോറാനല്ല എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ ഒരു നിമിഷം തോന്നി. ഉറക്കം കിട്ടാതെ ശരീരം പുകഞ്ഞു. അവൻ ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. പിന്നെ ഒന്ന് പോയി കിടക്കും, വീണ്ടും എഴുന്നേറ്റ് നടക്കും. അങ്ങനെ സ്വസ്ഥതയില്ലാതെ അവൻ നേരം വെളുക്കുവോളം കഴിച്ചുകൂട്ടി. മുറിയിലെ ബാത്ത് ടബൊക്കെ കാണുന്തോറും അവൻ അരിശം കൂടി വന്നു. ഇടയ്ക്ക് പലപ്പോഴും കുഞ്ഞുണരുമ്പോൾ അവൾ പാല് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഒന്ന് എഴുന്നേറ്റിരിക്കുന്ന പോലുമില്ല. തന്നെക്കുറിച്ച് മാത്രം അവൾക്കൊരു ചിന്തയും വരുന്നില്ലല്ലോ എന്നോർത്ത് അവനോട് തന്നെ ദേഷ്യം തോന്നി. നേരെ ഒന്ന് പുലർന്നു കിട്ടിയാൽ മതി അവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോകാൻ എന്നവൻ കണക്കുകൂട്ടി. രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ അവൾ പ്രവിയേട്ട എന്നും വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അവൾക്ക് മുഖം പോലും കൊടുക്കാതെ വേഗം എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് അവൻ ആജ്ഞയിട്ടു. അവൾ ഒരു അമ്പരപ്പോടെ നിന്നു. ചെറിയൊരു പേടിയോടെ തന്നെ അവൾ ചോദിച്ചു, അതെന്താ പ്രവിയേട്ട പെട്ടെന്ന്? നമ്മൾ എന്നും കൂടെ കഴിഞ്ഞു പോകുമെന്നല്ലേ തീരുമാനിച്ചിരുന്നത്? അത് കേട്ടതും അവൻ ഈർഷ്യയോടെ അവളെ തുറിച്ചു നോക്കി. അവളൊന്ന് ഭയന്നു. മതിയാക്കി കുടികടപ്പ്, അല്ലെങ്കിൽ തന്നെ എന്ത് കാര്യത്തിനാ? അവൻ മുഖവും വീർപ്പിച്ച് ചാടിത്തുള്ളിപ്പോയി. എൻ്റെ മാത്രം ഒരു തലവിധി, ഏത് നേരത്താണാവോ? അവൻ ഓരോന്ന് പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അവൾ നോക്കുമ്പോഴുണ്ട് അവൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് കുളിക്കാൻ പോകുന്നു. പിന്നെ ഒന്നും ചോദിക്കാനുള്ള ധൈര്യം അവൾക്കും ഉണ്ടായില്ല. അവളും എല്ലാം എടുത്ത് വെച്ച് കുഞ്ഞിനെയും എണീപ്പിച്ച് മറ്റു കാര്യങ്ങൾ നോക്കി. അധികം വൈകാതെ അവർ അവിടെ നിന്നിറങ്ങി. വഴിയിലുടനീളം അവൻ ഓരോന്ന് പിറുപിറുത്തു. അവളെ കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞു. അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. വരുമ്പോഴുണ്ടായ ഇത്തിരി സന്തോഷത്തേക്കാൾ ഇരട്ടി സങ്കടത്തോടെയാണ് അവൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. ദിവസങ്ങൾ വീണ്ടും പഴയ പടിയിലേക്ക് കടന്നു. അവൾക്ക് കൂടുതൽ സങ്കടങ്ങളും വേദനകളും കൈവന്നു ചേർന്നു. അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും അവൻ വീട്ടിലെത്തിയില്ല. ഫോണിൽ വിളിച്ചിട്ടൊട്ട് കിട്ടിയതുമില്ല. അവളും അവൻ്റെ അമ്മയും ആകെ പേടിച്ച് നിലവിളിയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വിവരം പറഞ്ഞു. പ്രവീൺ ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണെന്ന്. മുഴുവൻ കേൾക്കും മുമ്പേ അമ്മയും അവളും കുഞ്ഞിനെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ദൈവഹിത പോലെ ഒരു കാലിന് കുറച്ച് പരികുണ്ട്. എന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല. തുടയെല്ലാം മുട്ടിന് താഴെയും പൊട്ടിയിട്ടുണ്ട്. നെറ്റിയിലും ചെറിയ മുറിവുള്ളതുകൊണ്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നല്ല റെസ്റ്റ് തന്നെ വേണം. എങ്ങനെ പോയാലും ഒരാഴ്ചയെന്ന് ഡോക്ടർ പറഞ്ഞു. 2 ദിവസം അവൾ ICUവിന് മുന്നിൽ തന്നെ ഇരിപ്പായിരുന്നു. ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം രാവും പകലും ഒരുപോലെ നീങ്ങി. അവൻ്റെ അമ്മ പതിവ് പോലെ മുറിയിൽ നാമജപവും ആയിരുന്നു. കുഞ്ഞിനെപ്പോലും ഒന്ന് നോക്കാൻ അവർ മുതിർന്നില്ല. അവനൊട്ട് അമ്മയെ വിട്ടു പോയതുമില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഓടാവുന്നിടത്തൊക്കെ ഓടി. മരുന്ന് വാങ്ങാനും ലാബിലേക്കും സ്കാനിംഗ് റൂമിലേക്കും ഡോക്ടറുടെ റൂമിലേക്കും. അമ്മയ്ക്കും കുഞ്ഞിനും സമയാസമയം ഭക്ഷണത്തിനായി ക്യാൻറ്റീനിലേക്കും. അങ്ങനെ ആ ഹോസ്പിറ്റൽ മുഴുക്കെ
അവൾ ഓടിത്തളർന്നു. ഇതിനിടയിൽ അവളുണ്ടോ? ഉറങ്ങിയോ? കുളിച്ചോ? എന്നൊന്നും ആരും അറിഞ്ഞില്ല. ആരും തിരക്കിയതുമില്ല. അവളുടെ വീട്ടുകാരടക്കം കുടുംബക്കാർ കുറേ വന്നു പോയെങ്കിലും ഒരു കൈ സഹായത്തിനായി ആരും നിന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ റൂമിലേക്ക് മാറ്റി. അവളുടെ അധ്വാനം ഒന്നുകൂടെ കൂടിയെന്ന് പറയാം. അവനെ പിടിക്കാനും എണീപ്പിക്കാനും ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ അവൾ നന്നേ ബുദ്ധിമുട്ടി. ആൻറ്റിബയോട്ടിക് തുടർച്ചയായി കൊടുത്തിരുന്നത് കൊണ്ട് വേദന ഒന്നും വല്ലാതെ അവൻ അറിഞ്ഞില്ല. മോശം വരാതെ രാത്രിയിലൊക്കെ ഉറക്കവും കിട്ടിയിരുന്നു. അപ്പോഴും അവൾ ഒരുത്തി മാത്രം, ഊണും ഉറക്കവും ഇല്ലാതെ, രാവോ പകലോ എന്നില്ലാതെ മൂവർക്കും കാവലായിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അവനെ ഡിസ്ചാർജ് ചെയ്തു. പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശവും കൊടുത്തു. വീട്ടിലെത്തിയതും എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളുടെ പകപ്പ് മാറും മുമ്പേ നിർദ്ദേശങ്ങൾ കൃത്യമായി എത്തിത്തുടങ്ങി. ആദ്യം അവൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഒരുക്കണം. കുറേ ദിവസം അടച്ചിട്ട വീടാണ്. അകവും പുറവും അടിച്ചു കഴുകണം. അടുക്കളയിലെല്ലാം ഒന്നിൽ നിന്ന് വാങ്ങിയിട്ട് വേണ്ടിവരും. ഒരു ലിസ്റ്റിട്ട് എല്ലാം വാങ്ങിച്ചു പോരെ. പഴയതൊന്നും എടുക്കണ്ട. ഒരു കുന്നോളം മുഷിഞ്ഞ തുണികളുണ്ട്, അതലക്കണം. ഹോട്ടലിലെ ഭക്ഷണമൊന്നും ശരിയായിട്ടില്ല. അവന് ഇഷ്ടമുള്ളത്, കുഞ്ഞിനും ഇഷ്ടമുള്ളതും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും പ്രത്യേകം ഉണ്ടാക്കണം. അടുക്കളപ്പുറത്തെയും മുറ്റത്തെയും ചെടികളൊക്കെ വാടിയിട്ടുണ്ട്, അതെല്ലാം നനയ്ക്കണം. അവനൊന്ന് കിടന്നോട്ടെ. ഞാനും ഒന്ന് കിടക്കാണ്. തീരെ വയ്യ. വീട് വിട്ട് നിന്നാ എങ്ങനെ ഉറക്കമൊക്കെ ശരിയാവാനാ? കുഞ്ഞിനെ അവൻ്റെ അടുത്ത് കിടത്തണ്ട, നീ നോക്കിയാൽ മതി. എല്ലാം അവൾ കേട്ടു. ഒരു യന്ത്രം പോലെ അവൾ അതിനനുസരിച്ച് പാഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് നിർത്തുന്ന കാര്യം ഡോക്ടർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയതും പ്രവീൺ ശരിക്കും വേദന അറിഞ്ഞു തുടങ്ങി. വേദന കൊണ്ട് പുളയുന്ന അവസ്ഥ, പരസഹായമില്ലാതെ ഒന്നിനും കഴിയില്ലെന്നുള്ള അവസ്ഥ. ഇരുപ്പും കിടപ്പും ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ടു. വീണേ എന്നുള്ള വിളി 4 പാടും കേട്ടു. അവൾ വീടിനകവും പുറവും ഓടിക്കൊണ്ടേയിരുന്നു. വീട്ടുജോലി എടുത്തു. കുഞ്ഞിനെ നോക്കി. മറ്റൊരു കുഞ്ഞെന്ന പോലെ പ്രവീണിനെയും നോക്കി. അമ്മയ്ക്ക് വേണ്ടതെല്ലാം മുറിയിലേക്കൊരുക്കി. ഓരോ ആവശ്യങ്ങൾക്കായി കടയിലേക്ക് ഓടി. തൊടിയിലെയും മുറ്റത്തെയും ജീവനുകളെയും മറന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി. വിരുന്നുകാർക്കെല്ലാം ഒരുപോലെ ഊട്ടി. അമ്മയുടെ കുശലം പറച്ചിൽ പലരെയും രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിലിരുത്തി. അവർക്കെല്ലാം വെച്ചു വിളമ്പി. അവരുടെ നിർദ്ദേശങ്ങളും കുറ്റപ്പെടുത്തലുകളും അടക്കം വള്ളിപുള്ളി വിടാതെ കേട്ടു. പരിഭവമോ പരാതിയോ മുഷിച്ചിലോ കാണിച്ചില്ല. ഒടുക്ക ഒന്ന് നടുവ് ചായ്ക്കാൻ, ഒരു വേള ഒന്ന് മയങ്ങാൻ പാതിരാ നേരത്ത് മുറി അണയുമ്പോൾ പൊന്നോമനം എഴി തുറക്കും. വാശി കാണിക്കും. കരച്ചിലാകും. പുലരും വരെ മടിയിലിരിക്കും. പാല് കുടിക്കും. വീണ്ടും പുലരി തെളിയും. അവൾ വീടിനകത്തളത്തിലേക്കും പുറത്തേക്കും മാറി മാറി ഓടും. എന്നിട്ടും അമ്മയ്ക്ക് പരിഭവങ്ങളേറെയായിരുന്നു. വന്നു പോകുന്നവർക്കും ഒരു വക അറിയില്ല. ഒന്നിനും ഒരു വക തിരിച്ചറിവില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. പ്രവീൺ യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കണ്ടു. തിരിച്ചറിവിൻ്റെ നാളുകൾ കൂടിയായിരുന്നു അത്. ഇപ്പോൾ ഇവിടെ താനുണ്ട് എന്നൊഴിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായും നിത്യമായും വ്യക്തമായും നടക്കുന്നതാണെന്ന് അവന് മനസ്സിലായി. രാവിലെ ഓഫീസിൽ പോയി രാത്രി കയറി വരുന്ന തനിക്ക് ഇതൊന്നും അറിയില്ല. മറ്റു മോഹങ്ങൾ ആയിരുന്നു ഏറെയും. തൻ്റെ പ്രിയപ്പെട്ടവൾ തന്നോട് അടുക്കാത്തതും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങിപ്പോകുന്നതും അവളുടെ കുറ്റമല്ല. ഓടി തളർന്നു വരുന്നവൾക്ക് എന്ത് പ്രണയം, എന്ത് വികാരം! ഒന്ന് മയങ്ങാനല്ലാതെ മറ്റെന്തിനു മോഹം കാണും? തൻ്റെ വീണ മനസ്സ് വിട്ട് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടാകുക, ഒന്ന് സന്തോഷിച്ചിട്ടുണ്ടാകുക. ചിലപ്പോൾ അന്നൊരു ടൂറ് പോയ ദിവസം മാത്രമായിരിക്കും. അന്നും വേദന മാത്രം കൊടുത്തു താൻ. എല്ലാ സത്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും അവളെ വേദനിപ്പിച്ചാൽ ദൈവം പൊറുക്കില്ല. പ്രവീൺ അവൻ്റെ കാര്യങ്ങൾ പതിയെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് വേദന എടുത്താലും അവനത് സന്തോഷവും സംതൃപ്തിയുമായിരുന്നു. എന്തിനും ഏതിനും വീണയെ വിളിക്കാതെയായി. മുറ തെറ്റാതെ അവൾ അരികിലേക്ക് ഓടിയെത്തിയിരുന്നുവെങ്കിലും ഓരോന്ന് പറഞ്ഞ് പ്രവീൺ അവളെ മടക്കി അയച്ചു. തന്നോടുള്ള തൃപ്തിക്കുറവ് കൊണ്ടാണോ ഇങ്ങനെയെന്ന് ഒരു വേള വീണ പ്രവീണിനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവനിൽ വന്നു തുടങ്ങിയ മാറ്റങ്ങൾ കുറച്ചൊരു അതിശയത്തോടെയാണ് അവൾ നോക്കിക്കണ്ടത്. കുഞ്ഞിനെ അവൻ എപ്പോഴും കൂടെയിരുത്തി കളിപ്പിച്ചു. കഴിയുന്നതുപോലെ ഊട്ടി. പലപ്പോഴായി ഉറക്കി. വീണയെ സ്വതന്ത്രയാക്കാൻ നോക്കി. വീട്ടിലെത്തുന്ന ബന്ധുക്കാരെയും കൂട്ടുകാരെയും അവൻ അധികം മുഖം കൊടുക്കാതെ 1ഉം 2ഉം പറഞ്ഞ് തിരിച്ചയച്ചു. അവരൊത്തിരി നേരം ഇരുന്നാൽ അത് വീണയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു. ഒരുവിധം നടക്കാമെന്നായപ്പോൾ അമ്മയുടെ ഒരുവിധം വിളികൾക്കെല്ലാം അവൻ വിളി കേട്ടു. അമ്മയുടെ സ്ഥിരം പല്ലവികൾ അവൻ നിർത്തിച്ചു കൊടുക്കാനൊരുങ്ങി. അപ്പോഴും പഴി വീണയ്ക്കായിരുന്നു. അവളില്ലേ ഇവിടെ? അവൾക്കിവിടെ എന്താ പണി? എല്ലാത്തിനും കാല് വയ്യാത്ത എൻ്റെ കുഞ്ഞ് തന്നെ വേണോ? മനഃപൂർവ്വം പ്രവീൺ അതിനൊന്നും ചെവി കൊടുത്തില്ല. മാത്രമല്ല തനിക്കിതൊക്കെ കൂടുതൽ ഉപകാരം ചെയ്യും മറ്റും പറഞ്ഞമ്മയുടെ വായടപ്പിച്ചു. വീണ തൻ്റെ ബാക്കി പത്രമല്ല, തൻ്റെ പാതിയാണെന്നുള്ള ബോധ്യമായിരുന്നു അത്. വീടിനാകെ ഒരു താളം വന്നു. പലപ്പോഴായി വീണയെ അവൻ അടുത്തേക്ക് വിളിച്ചിരുത്തി. വെറുതെ നോക്കിയിരുന്നു. സ്നേഹ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞു. തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഓരോ ഉരുള നീട്ടി. മറന്നുപോയ പലതും അവർക്കിടയിലേക്ക് തിരികെ കൊണ്ടുവന്നു.
വീടിനകത്തേക്കും പുറംപണിക്കുമായി ഒരു ജോലിക്കാരിയെ കൂടി അവൻ നിശ്ചയിച്ചു. അവൾ ഒത്തിരി വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവനത് ചെവിക്കൊണ്ടില്ല. മുറുമുറുപ്പ് അമ്മയ്ക്കുള്ളിൽ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അടുക്കലും പെറുക്കലും ഇനി വീണ ചെയ്യണ്ട. അവൾക്കിവിടെ നോക്കാൻ എന്റെയും അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട് എന്ന ഒറ്റ വാചകത്തിൽ അവൻ അമ്മയെ നിശബ്ദയാക്കി. പ്രവീണിന്റെ സ്നേഹം അവൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ഒരു കുന്നിക്കുരുവോളം പോലും അതിൽ കുറവ് വരുത്തരുതേ എന്ന് അവൾ നിത്യം പ്രാർത്ഥിച്ചു. വീണ എന്ന അലിവോടെയുള്ള വിളി പോലും അവളുടെ മനമേറെ കുളിർപ്പിച്ചു. സ്നേഹം തളം കെട്ടിയ വീട്ടിൽ ഒരു പകല് കഴിഞ്ഞ രാത്രി വീണ പ്രവീണിന് അരികിലെത്തിയതും, വീണേ, എന്താ ഏട്ടാ? ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു ജോലിക്ക് പോകണം. കുഞ്ഞിൻ്റെ പാലുകൂടി കഴിയട്ടെ. അത് കഴിഞ്ഞ് വീണ ജോലിക്ക് കയറും. ഇപ്പോൾ ഇവിടെയുള്ള ചേച്ചി തന്നെ കുഞ്ഞിനെ നോക്കിക്കൊള്ളും. അതിനു വേണ്ടത് നമുക്ക് ചെയ്യാം. തെല്ലൊരത്ഭുതത്തോടെ അവൾ അവനെ നോക്കി. വേണ്ടേട്ടാ, ഞാനതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ എന്നോട് എങ്ങനെയാണോ അത്രയും മതിയെന്നും. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ അവളുടെ നെറുകയിലൊന്നൊഴിഞ്ഞു. ഏറെ സ്നേഹത്തോടെ അവൾ അവനെ നോക്കി. ഞാൻ തയ്യാറാണേട്ടാ. ഒരു ഭർത്താവിന് വേണ്ടതെല്ലാം ഒത്തിരി നാളായില്ലേ. എനിക്ക് സാധിച്ചിട്ടില്ല. അവൾ തല താഴ്ത്തി പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഒന്നും വേണ്ട, വീണ വന്ന് കിടക്ക്. വാ, എൻ്റെ മടിയിൽ കിടക്ക്. അവൾ സംശയത്തോടെ നോക്കി. കിടന്നോളൂ. അവൾ അവൻ്റെ മടിയിലേക്ക് കിടന്നു. അവൻ്റെ കൈകൾ അവളുടെ മൂർധാവിൽ തലോടിക്കൊണ്ടിരുന്നു. പതിയെ ആ മിഴികൾ അടയുന്നതും അവൾ ഉറങ്ങുന്നതും നോക്കി അവനിരുന്നു. എനിക്കറിയാം, ഇന്നൊരുപാട് സന്തോഷത്തോടെ നീ ഉറങ്ങും. അതിലേറെ സമാധാനത്തോടെ. എനിക്ക് അത്രയും മതി. അതിലും വലുതായി നിനക്ക് നൽകാൻ എന്നിലൊന്നുമില്ല. നീ ഉറങ്ങ വീണേ, സന്തോഷത്തോടെ, സമാധാനത്തോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.